നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അലീനയുടെ മനുഷ്യങ്ങളുടെ വരുന്ന ദിവസങ്ങളിലെ കഥകളൊക്കെ ഞാൻ മാമ്പഴം എന്ന് എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരത് കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഒടുവിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീനയുടെ കയ്യിൽ നിന്ന് അറിയാതെ ഒരു ചിക്കൻ പീസ് തെറിച്ചു പോകുന്നത്. കാരണം അലീനയ്ക്ക് ഈ മുള്ളും ഫോർക്കൊക്കെ ഉപയോഗിച്ചൊന്നും കഴിക്കാനൊന്നും അറിയണ്ടായിരുന്നില്ല, അത് പരിചയമില്ലല്ലോ. അലീന എപ്പോഴും കൈയും കൊണ്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ആ ഒരു പീസ് പെട്ടെന്ന് അലീന എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല സ്റ്റാൻലിക്ക്. കാരണം സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോയത് പോട്ടെ എടുക്കണ്ടാന്ന്. പക്ഷെ അലീനയ്ക്ക് അത് അങ്ങോട്ട് കളയാൻ പറ്റുമോ? നല്ല ഒന്നാം തന്നെ ഒരു വറുത്ത ചിക്കൻ പീസ്. അലീന അത് കഴിക്കുന്ന കണ്ടപ്പോഴത്തേനും ആൻ്റപ്പനൊക്കെ ഒന്ന് ചിരിക്കുവാണ്. ആൻ്റപ്പനും പൗലോസുമായിട്ടും പോരെ പൊടി പൂരം. പെട്ടെന്ന് സ്റ്റാൻലി അലീനയെ രൂക്ഷമായിട്ട് നോക്കി. നിന്നോടല്ല ഞാൻ പറഞ്ഞത് എടുക്കരുതെന്ന്. പറഞ്ഞാലെന്താ, നിനക്ക് അനുസരിക്കാൻ പാടില്ലേ? ഇവിടെ താഴെ വീണ് എച്ചിലാണോ നീ എടുത്ത് കഴിക്കുന്നേ? പാത്രത്തിന് ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ താഴെ വീണ് എടുക്കണേ? ദേഷ്യത്തോട് കൂടിയിട്ടാണ് നോക്കുന്നേ. ഒരു നിമിഷം ആൻ്റപ്പനും പൗലോസും ഒക്കെ ഞെട്ടിപ്പോയി. ദൈവമേ, പൊടി പൂരമാണെന്ന് മനസ്സിലായി. ഇന്ന് അലീനയുടെ പപ്പും പൂടയും പറിക്കും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. പക്ഷെ അലീന ഭയങ്കര ശാന്തമായിട്ട് പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കൊടുത്തു. അതെ, ഈ ഒരു ചിക്കൻ പീസ് അത് താഴെ പോയെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. താഴേക്കും പോയിട്ടില്ല, അത് ഈ ടേബിളിൻ്റെ സൈഡിലേക്കേ പോയിട്ടുള്ളൂ. അതിനൊരു കുഴപ്പമില്ല പപ്പ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 വയസ്സ് കാണും എനിക്ക്. അന്ന് ഇതുപോലെ ഒരു ചിക്കൻ പീസ് എൻ്റെ താഴെ പോയിട്ട് നിലത്ത് മണ്ണിൽ പോയിട്ട് മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഓർഫനേജിലായിരുന്ന സമയത്ത്. അതും ഏതോ ഒരു കല്യാണ സദ്യയ്ക്ക് മിച്ചം വന്ന ആഹാരങ്ങൾ, അത് കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ട് തന്നാണ്. അപ്പം ഞങ്ങൾക്ക് അത്രയും വിലയുണ്ടായിരുന്നു ആ ചിക്കൻ പീസിന്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഒരു പീസ് താഴെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ നെഞ്ചി പടയും. ഇതുപോലും കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ട്. അത് ഒരു പക്ഷെ പപ്പായ്ക്കും മനസ്സിലാവില്ല, എനിക്കത് മനസ്സിലാവും. ആഹാരത്തിൻ്റെ വില എനിക്ക് മനസ്സിലാവും. ഈ ഒരു പീസിൻ്റെ പപ്പായ്ക്ക് നിസ്സാരമായിരിക്കും, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. ആൻ്റപ്പനും പൗലോസൊക്കെ അന്തം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു നിമിഷം സ്റ്റാൻലി വല്ലാതെ ഏപ്പി. സ്റ്റാൻലി പറഞ്ഞതേ മതി, നിർത്ത്, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കും, സംസാരം പാടില്ല എന്ന് പറഞ്ഞു. അലീന നല്ല കൂളായിട്ട് ആ ചിക്കൻ പീസ് കഴിച്ചു. സ്റ്റാൻലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ അലീന പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് എഴുന്നേക്കുവാണ്. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം കടപ്പാട്ട് വീട്ടിലാണ് ഇങ്ങനെയല്ല. അച്ഛനും തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് രസമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോന്നിനും ഓരോ ചിട്ടയുണ്ട്. പട്ടാള ചിട്ട തന്നെയാണ് ഇവിടെ. അലീന വല്ലാത്ത വിഷമത്തോടു കൂടിയിട്ടാണ് മുറിയിലേക്ക് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൻ്റപ്പം വന്നിട്ട് വിളിച്ചു. അതെ, സാബു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നെയോ? അതെ. അങ്ങനെ അലീന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാൻലി പറഞ്ഞു, ബാ ഇരിക്കുക എന്ന് പറഞ്ഞു. എന്താ എന്താ പപ്പേ, എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇതെന്താ സംസാരിക്കാനുള്ള സമയമാണോ? സംസാരിക്കാനുള്ള സമയമല്ല, എന്തേലും പറയാനുണ്ടെങ്കിൽ ആവാം. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീനയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അലീന നോക്കിക്കഴിയുമ്പോഴത്തേനും മണിശങ്കറാണ് വിളിക്കുന്നത്. അലീനയ്ക്ക് കുറച്ചൊരു സമാധാനമായി. രക്ഷപ്പെട്ടു എന്നോർത്തുകൊണ്ട് അലീന അങ്ങോട്ട് പോകാൻ തുടങ്ങണം. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, അല്ല നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോള് കട്ടായിപ്പോയി. ആ സമയം അലീനെ ഒന്ന് നോക്കി സ്റ്റാൻലി എങ്കിൽ ശരി പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന ഓർത്തു, ഇതെന്തൊരു രീതി, ഫുഡ് കഴിക്കാനൊരു സമയം, സംസാരിക്കാനൊരു സമയം, ഒന്നും അങ്ങോട്ട് അലീനയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ സമയത്ത് മണിശങ്കർ ആണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് തിരികെ എത്തുന്ന, കൊല്ലപ്പള്ളി വീട്ടിലേക്ക്. കാറിലിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. തൻ്റെ പാതിയാണ് പോയിരിക്കുന്നത്. ആ ഒരു ചിന്തയായിരുന്നു മനുവിൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ. മനുവിന് ചിന്തിക്കുന്നതോറും വല്ലാത്തൊരു വിഷമം. അലീനയെ വിളിച്ചിട്ട് കോൾ എടുത്തില്ല. ഇനി എന്തായിരിക്കും പോലും, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അലീനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒടുവിൽ മണിശങ്കർ അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും വീണ്ടും കോൾ വന്നു. നോക്കി കഴിഞ്ഞപ്പോൾ അലീനയെ വിളിക്കുന്നത്. പെട്ടെന്ന് മണിശങ്കറിന് സന്തോഷമായി. അങ്ങനെ മനു മുറിയിലേക്ക് കയറിപ്പോയി. ഹലോ അലീന എന്ന് പറയണേ. അതെ, ആദ്യം മനുവേട്ടൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല, ഞാൻ പപ്പാടെ അടുത്തായിരുന്നു പറഞ്ഞു. പപ്പാടെ അടുത്തോ? അങ്ങനെയാണോ നീ വിളിക്കണേ? അല്ല, എങ്ങനെയുണ്ട് അവിടെ, നിനക്ക് സുഖമാണോ? എനിക്കറിയില്ല മനുവേട്ടാ, ഞാൻ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുക, ആരും ഇല്ലാത്ത പോലെ. നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഞാനില്ല കൂടെ, എന്ത് വന്നാലും ഞാനുണ്ടെന്ന് കരുതിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മനുവേട്ടൻ എന്നോടൊപ്പം നിൽക്കില്ലേ എന്ന് ചോദിച്ചു. അതെന്ത് വർത്താനാ നീ പറയണേ? ഞാൻ പിന്നെ ആരോടൊപ്പം നിൽക്കാനാ? ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, എന്ത് വന്നാലും ഞാൻ നിന്നോടൊപ്പം നിൽക്കുള്ളെന്ന്? അത് നിന്നെ അത്ര അധികം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ.
അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, എനിക്കെന്തോ ഇവിടെ വന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മനുവേട്ട. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതുപോലെ. അല്ല, അവിടെ വേറെ ആൾക്കാരൊക്കെ ഇല്ലേ? ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായും കുറേ ജോലിക്കാരും മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷേ മനുവേട്ടനെ അറിയാലോ, ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ സ്വന്തം പപ്പയുടെ അരിയിലേക്കാണ് ഞാൻ വന്നതെന്നുള്ള സത്യങ്ങളൊക്കെ അറിയണത്. വരുന്ന വഴിക്ക് അച്ഛൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു മനുവേട്ട. ഞാൻ ആകെപ്പാടെ ബ്ലാങ്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദ്യമായിട്ട് എൻ്റെ സ്വന്തം പപ്പാനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന് വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിന് മനു പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. നിന്നെ ആരും കൊണ്ട് ഉപേക്ഷിച്ചൊന്നും അല്ലല്ലോ. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല മനുവേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് വിഷമോ, നീ പോയപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയതുപോലെയായി. എനിക്കെന്തോ വല്ലാത്തൊരു പെടച്ചില, എൻ്റെ നെഞ്ച് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് നിന്നെ കാണാനൊക്കെ തോന്നുന്നുണ്ട് മനുവേട്ടൻ അറിയാലോ ഇവിടുത്തെ സാഹചര്യം എന്താന്ന്. അതെ, നിനക്കിനി എന്നാ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നേ അതൊന്നും എനിക്കറിയില്ല മനുവേട്ട. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാനൊന്നും നോക്കത്തില്ല. ഞാൻ എവിടേക്കാളും വരും. അയ്യോ ചതിക്കരുത് മനുവേട്ടൻ അറിയാലോ, ഞാൻ ഇങ്ങോട്ട് വന്നോളൂ. ഇവിടുത്തെ രീതികളുമായിട്ട് ഞാനൊന്ന് ഇണങ്ങി വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും മനുവിനും ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ട് മനുശങ്കർ കോള് കട്ട് ചെയ്യുന്നേ. മനുശങ്കറിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കമല ആഹാരം കഴിക്കാനായിട്ട് മനുവിനെ വന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും പുറത്തു പോയ ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ വന്നു. അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ശിവശങ്കരൻ ചോദിച്ചു, എടാ നീ അവളെ കൊണ്ടുവിടാൻ പോയിട്ട് എങ്ങനെയായി കാര്യങ്ങൾ? ആൻറ്റിയെ കൊണ്ടേ വിട്ടിട്ടുണ്ട്, പക്ഷേ ആൻറ്റി നന്നായ ലക്ഷണമൊന്നും കാണുന്നില്ല അച്ഛാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ആൻറ്റി വീണ്ടും ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അലയിലേക്ക് എന്തോ സ്വർണ്ണമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്കിള് വരുമ്പം ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾക്കിത് എന്തിൻ്റെ കേടാ? ഇവള് മിക്കവാറും എല്ലാം കൊണ്ട് കൊളാക്കുന്ന ലക്ഷണമുണ്ട്. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു. കമല വന്നിട്ട് പറഞ്ഞു, അല്ല എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ അലീന എന്ന് പറയുന്നവള ആരാ അവിടുത്തെ? ഒരു ജോലിക്കാരിയായിരുന്നല്ലോ, അവൾക്ക് ഇതിന് മാത്രം കൊടുത്തു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ ഇപ്പം എൻ്റെ മോൻ ഹരി അകത്ത് കിടക്കുന്നുണ്ട്. അതിന് കാരണം വേറൊരുത്തിയ കയ്യും കാലും ഒക്കെ കാണിച്ച് അവൾ എൻ്റെ ഹരിയെ വശത്താക്കി. എന്നിട്ടോ കിട്ടാവുന്നതൊക്കെ മേടിച്ചിട്ട് ഓട് പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് പരാതി കൊണ്ടേ കൊടുത്തു. അതുപോലെ തന്നെ ഒരുത്തിയല്ലേ അവളും, മറ്റവൾ അലീന. കാഞ്ഞ വിത്ത അവൾ പോയത് നന്നായി, അല്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ അടിച്ചെടുത്തോണ്ട് അവൾ പോയന. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു, നീ ദൈവത്തെ ഓർത്ത് എൻ്റെ കമലയൊന്നും മിണ്ടാതിരിക്കാവോ? ഒന്ന് കയറിപ്പോകാവോ? ഒത്തിരി സമാധാനം വേണം മനുഷ്യന്. അത് തരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന പ്രശ്നമില്ലേ, അപ്പം കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അവൾ ആരാന്നായിരുന്നു വിചാരം? അവൾക്ക് ഇതിന് മാത്രം കൊടുത്തു വിടാനായിട്ട് അവൾ ആരായിരുന്നു? 10-15 ലക്ഷം രൂപയുടെ സ്വർണം. എൻ്റെ ദൈവമേ, ജൂവലറി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തു വിടാൻ പറ്റുമോ? പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത്ര അധികം ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ബാലേന്ദ്രനുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. എനിക്ക് ഉറപ്പാ ഒരു കണക്ഷൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. കണക്ഷൻ ഉണ്ടായി നന്നായി, നീ കൂടുതൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ശിവശങ്കരൻ. ഒന്ന് കയറി പോകുന്നുണ്ടോ അകത്ത്? മനുഷ്യ സ്വസ്ഥതയുടെ സമാധാനത്തോടെ ഇത്തിരി ആഹാരം കഴിക്കാൻ വന്നാൽ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. മനുശങ്കരനാണ് നല്ല ദേഷ്യമായി, വിശപ്പം കിട്ടുപോയി. മനുവും കൂട്ടി എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ അവിടേക്ക് വന്നു. ഗംഗാധരൻ വന്നിട്ട് ചോദിച്ചു, എന്താടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? ഒന്നുമില്ല. അല്ല നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല നിനക്ക് അവളെ കൊണ്ടുവിടാൻ പോകണമെന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അങ്കിള് സമ്മതിച്ചില്ല. അങ്കിളിനോട് ഞാൻ അതിനെക്കുറിച്ച് പിന്നെ കൂടുതലായിട്ട് ചോദിക്കാനും പോയില്ല. പിന്നെ ഓർത്ത് വേണ്ടിയിരുന്നില്ല എന്ന്. ചിലപ്പോൾ അവളെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല വല്യച്ച. അപ്പോഴേക്കും ഗംഗാധരൻ അവനെ തന്നെ നോക്കുകയാണ്. ആ സമയം മനു പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ജീവൻ അവളില്ലാതെ എനിക്കൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ അവൾ പോയി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജീവൻ്റെ പാതി പോയതുപോലെ എനിക്ക് തോന്നേ. എനിക്ക് ആരോട് പറയണമെന്ന് അറിയത്തില്ല, എന്ത് പറയണമെന്ന് പോലും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു നിന്ന് കരയുമ്പോഴത്തേനും ഗംഗാധരൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഗംഗാധരൻ ആശ്വസിപ്പിച്ചു, സാരമില്ല പോട്ടെ, നിനക്കറിയാലോ അവളുടെ കാര്യങ്ങളൊക്കെ, എന്നിട്ടാണോ നീ ഇങ്ങനെ പറയണേ? എടാ നീ അവളെ വിളിച്ചോ? അവൾക്ക് അവളുടെ സുഖമാണെന്ന് മറ്റേ ചോദിച്ചോ? അത് പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എവിടേക്കാണ് പോയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അവളുടെ സ്വന്തം അച്ഛൻ്റെ അരിയിലേക്കാണ്. സ്റ്റാലിൻ്റെ അടുത്തേക്കോ? അതെ, അവിടെയാ കൊണ്ടേ ആക്കിയെന്നാ പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, ദൈവമേ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല, എങ്ങാനും ഇത് വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോഴേക്കും മനു പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല വല്യച്ച. കാരണം മറ്റൊന്നുമല്ല,
അവൾ എവിടെയാണെങ്കിലും സേഫ് ആയിരിക്കണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്കിള് തിരികെ വരുന്നേ ആയിരിക്കും. ആൻറ്റിയുടെ ഇപ്പോഴത്തെ സ്വഭാവം അത് അങ്കിളും തീരെ പിടിക്കുന്നില്ല. അങ്കിള് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്കിൾ ഉറപ്പായിട്ടും ഇതിൻ്റെ തിരിച്ചടിച്ചിരിക്കും. വൈജയന്തി ആൻറ്റിക്ക് എന്താളും കിട്ടാൻ പോകുന്നത് നല്ല അടി തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, ഇതിപ്പോൾ പണിയായല്ലോ. അതെ, അത് ഉറപ്പായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് മണിശങ്കർ അങ്ങോട്ട് കയറിപ്പോയി. അതേ സമയത്ത് അലീനെ ആ മുറിക്കകത്ത് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരു പേടി തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കണേ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സ്നേഹത്തിലാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കടപ്പാട്ടിൽ വീട്ടിൽ വന്നാലും ആദ്യമൊക്കെ മുത്തശ്ശിയുടെ മുറിയിലായിരുന്നു. പിന്നീട് കൃഷ്ണമോള് വരുമായിരുന്നു ഇടയ്ക്ക് മുറി കിടക്കാനായിട്ട്. അല്ലെങ്കിൽ ചെറിയ മുറിയാണ്, തൊട്ടടുത്ത് തന്നെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതങ്ങനെയല്ല. കൊട്ടാരം പോലത്തെ ഒരു വീട്, അവിടുത്തെ വിശാല ഒരു മുറി, അവിടെ തനിച്ച് കിടക്കുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം. ആ സമയം അലീനയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു വരികയാണ്. മണിശങ്കരെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ വന്നു. പാവം മനുവേട്ടൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ട്. തന്നെ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ആ മനസ്സിലെ വിഷമം കാര്യങ്ങളും അറിയാം. പക്ഷെ ഇനി എങ്ങനെ? ഇവിടെയാണ് ഒരുപക്ഷെ ഒരിക്കലും തൻ്റെ പപ്പ മനുവേട്ടനുമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കുമെന്ന് തോന്നില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. പക്ഷെ തൻ്റെ മനസ്സിൽ മനുവേട്ടൻ മാത്രമുള്ളെന്നുള്ള കാര്യം അലീനയും തിരിച്ചറിയുമായിരുന്നു. അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.